ഞാൻ ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു പുതിയ കറി ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഉരുളക്കിഴങ്ങ് കുക്കറിൽ വയ്ക്കാം. രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തു. അത് ഞാൻ വേവാൻ വയ്ക്കുവാണ്. അത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. നമ്മൾ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മുട്ടയും കൂടെ ഞാൻ എൻ്റെ കൂടെ എടുത്തു. മുട്ടയും പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞ് വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. ഇനി നമുക്കതിനെ മിക്സ് ചെയ്തെടുത്താൽ മതി. തീ കത്തിച്ചു. അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി. ഇനി കടുക് ഇടാം. നമുക്ക് കടുക് വറുത്തിട്ട് കടുക് ഇട്ടു. അത് അടച്ച് വയ്ക്കാം. പൊട്ടിത്തെറിച്ച് പാടും. ഓക്കെ, കടുക് പൊട്ടി. കുരുമുളക്, ഓഫ് ചെയ്തിട്ട് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി രണ്ടും കൂടി ഇട്ടൊന്ന് ചൂടാക്കി എടുക്കാം. കുരുമുളക് പൊടി, ശകലം കുരുമുളക് പൊടിയുണ്ട്. ജീരകം, ഇച്ചിരി ജീരകം പൊടിച്ച് ചേർക്കുവാണ്. മുളകൊന്ന് പച്ച മാറി. ഇനി ഇതിനകത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിടാം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിട്ട് ഞാൻ തീ കത്തിക്കാൻ വീണ്ടും കുറച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഒന്നുകൂടെ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ്, എന്നാലും ഒന്നും കൂടെ ഒന്ന് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടെ വേണേ. അത് ഞാൻ ഇട്ടില്ല, മറന്നുപോയി. ശകലം മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിക്കണം. ഒന്ന് ഉരുളക്കിഴങ്ങ് അതിനകത്ത് കിടന്നിട്ടൊന്ന് വേവട്ടെ. ഒന്നിച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വയ്ക്കാം. ഇനി ഉപ്പിട്ടില്ല. ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി. നോക്കിയിട്ട് ഓരോരുത്തരുടെ ഇഷ്ടം ഉപ്പിന്. ഇനി ഒരു 2 സെക്കൻഡ് അടച്ച് വയ്ക്കാം. ഒന്ന് വെന്തോട്ടെ. ഇനി അടപ്പ് തുറന്നു. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുക്കറിൽ വേവിച്ചതാണ്, എന്നാലും ഒരു ശകലം വേവ് കിടക്കേണ്ടത്. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അതിലോട്ട് ഇടുക. 2 ചെറിയ ഉരുളക്കിഴങ്ങും 2 മുട്ടയും എടുത്തത് അതിനകത്തോട്ട് ഇട്ടു. അതും കൂടെ ഇട്ടു. മുട്ട ഉരുളക്കിഴങ്ങ് നമുക്ക് ചപ്പാത്തിക്ക് ദോശയ്ക്ക് ഒക്കെ കൂട്ടാം. ഇനി നമ്മൾ കുറച്ച് തേങ്ങ തിരുമ്മി പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ അതിൻ്റെ അകത്തോട്ട് ചേർക്കുവാണ്. എല്ലാവരും വെച്ച് നോക്കണേ. ഇതിപ്പോൾ നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. സവാള വേണ്ട, ഉള്ളി വേണ്ട, തക്കാളി വേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് പെട്ടെന്ന് ഒരു 2 സെക്കൻഡ് ഉണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങും മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ആക്കാവുന്ന ഒരു കറിയാണ്. എല്ലാവരും വെച്ച് നോക്കി കൂട്ടി നോക്കി അഭിപ്രായം പറയണേ.